ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നലെ 83ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിരുന്നു. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് 84ാമത്തെ എപ്പിസോഡ് പ്രൊമോ. അപ്പോൾ അത് പറയാനാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാൻ വഴിയാണ്. ബിഗ് ബോസിൻ്റെ ഈ അക്ബറും ആര്യനും തമ്മിലും ഇവരെ മാത്രം ഇതാക്കിക്കൊണ്ടുള്ള ഒരു തലോടൽ ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇവരെ മാത്രം ഫേവറബിളാക്കി മാറ്റുന്ന ഒരു ബിഗ് ബോസ് ഷോ, അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ഇതിലെന്താണ് നമുക്ക് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത്ര നാളുണ്ടായതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ക്യാപ്റ്റൻസിയാണ് ഇവര് 3 പേരുടെ. വളരെ മോശം കാലം. പരാജയമായിരുന്നു, വൻ പരാജയമായിരുന്നു. ഞാൻ അവരെ 3 പേരെയും ക്യാപ്റ്റനായിട്ട് കൂട്ടിയിട്ടില്ല. 3 പാഴ്മരങ്ങൾക്ക് തുല്യമായിരുന്നു. ഒരാള് പോലും നല്ലത് പറഞ്ഞില്ലല്ലോ. അക്ബർ എന്റെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ തന്നാണ്. അത് നന്നാക്കി എടുക്കാമായിരുന്നു. അതോ നിങ്ങൾ മനഃപൂർവ്വം നശിപ്പിച്ചു? എന്താണ്? ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാത്രി 9 മണിക്ക്. ദുരാഹരം തന്നെയാണ്. വെറുതെ ഇവരെയൊക്കെ പിടിച്ച് ക്യാപ്റ്റൻസി ആക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഇവർ ശരിയാണോ ഇവർ തെറ്റാണോ എന്നാണ്. അതായത് ഇവർ അവിടെ കാണിച്ചു കൂട്ടുന്നത് മൊത്തം ആർക്കൊക്കെ എന്തിനൊക്കെ വേണ്ടിയിരിക്കുന്ന ഒരു സാമ്പാർ പോലെയാണ്. അപ്പോൾ ലാലേട്ടനും ബിഗ് ബോസൊക്കെ കുറച്ചും കൂടി കെയർഫുള്ളായി ചിന്തിക്കണ്ടേ? അപ്പോൾ ഈ 3 ഏതോ ചരിത്രത്തിൽ പറയുന്ന ആ പുഷ്പാണ്ഡങ്ങളെ കുഴിച്ചു മൂടി പുറത്തിടുക, അതേ ചെയ്യാൻ പറ്റൂ. ബിഗ് ബോസ് ചരിത്രത്തിൽ 3 ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായ ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്, ഒരു ബാഡ് ഇമേജ് ക്യാപ്റ്റൻസ്. അപ്പോൾ ഇവരൊക്കെ 3 ധ്രുവങ്ങളിൽ 3 ക്യാപ്റ്റൻസി. എന്താണിതൊക്കെ? ഇത് ഏതോ ഒരു ചരിത്രത്തിലൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ മധുരപ്രതികാരത്തിന് ഇറങ്ങിയതാണ്. ലാലേട്ടനും എല്ലാവരും കൂട്ടിൽ നിന്ന് ബിഗ് ബോസും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. ഈ അക്ബറിനെയും ആര്യനെയും നവീനെയൊക്കെ എന്തിനാണ് ഇവർ ഭയക്കുന്നത്? ഇവർക്ക് എന്തോ പേടി പോലെയാണ് ഇവരോട് സംസാരിക്കാൻ. ഇവരെ ഒരുപാട് തലോടലാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടിട്ടില്ലേ? ഇന്നും നമ്മൾ പ്രതീക്ഷയൊന്നുമില്ല. പ്രോമിസ് അല്ല, പ്രൊമോ ഈസ് പ്രോമിസ് എന്നാണ് വേണ്ടത്. പക്ഷെ ഇന്നും പ്രോമിസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആരോ ഇന്ന് എവിക്റ്റഡ് ആവുന്നുണ്ട്. അത് നമുക്കറിയില്ല. അത് എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവും. ഇന്ന് എവിക്റ്റഡ് ആകുന്നത് ആരായാലും അവൻ പുറത്ത് പോകേണ്ടവനാണോ? പുറത്ത് പോകേണ്ടവനാണ്. പക്ഷെ നെവിൻ പുറത്തു പോകുന്നതാണ് നമുക്കിഷ്ടം. കാരണം അൺഫെയർ ഗെയിം കളിക്കുന്നത് നെവിനാണ്. നെവിനും അക്ബറും ആര്യനും ഇവർ പുറത്ത് പോയാലും യാതൊരു കോട്ടവും ബിഗ് ബോസിന് സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവർ വിന്നരാവേണ്ടവരല്ല. ഇവർ വേണമെങ്കിൽ ഫൈനൽ 5-ൽ എത്താം. അല്ലാതെ ഇവരെ അങ്ങ് പുകയറ്റി അങ്ങ് രാജാവാക്കാൻ ഇവർ വലിയ ഗുണമേന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവരെയൊക്കെ ഒരുപാട് തിരിച്ചറിയാതെ പെട്ടെന്ന് അങ്ങ് ഇങ്ങനെ 3 ധ്രുവങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. 3 എന്തോ ആ ചരിത്രത്തിൽ പറയാറുണ്ട് ഇവരെ പറ്റി. 3 നാശങ്ങൾ വന്ന് ആ കൊട്ടാരത്തിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കി കളഞ്ഞ ഒരു 3 പേരെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് പോലെയായിപ്പോയി ഈ ബിഗ് ബോസിലെ 3 ക്യാപ്റ്റൻസ്. വളരെ മോശം. അവിടെ ഒരു ഫുഡ് പോലും മര്യാദയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയാത്ത ഇവരൊക്കെ എന്തിനാണ് പിന്നെ 3 ക്യാപ്റ്റൻസി ഒരേ കിച്ചണിൽ? മറ്റ് ഭാഗത്തൊന്നും ക്യാപ്റ്റൻസി ഒന്നും ആവശ്യമില്ലല്ലോ. ബാത്റൂമിൽ വേണ്ട, ഡൈനിങ് ഹാളിൽ ക്യാപ്റ്റൻസി വേണ്ട. ഈ 3 പേരും കിച്ചണിൽ തന്നെ തമ്പടിക്കാനുള്ള കാരണം എന്താണ്? ഇവർക്ക് എന്താണ് അവരുടെ പ്രശ്നം? അപ്പം ഫുഡ് ഇവിടെ ഇഷ്യൂ ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ 3 പേരും 3 ഉദ്ദേശത്തോടെ വന്നെത്തി അവിടെ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാഴ്മരങ്ങൾ എന്ന് വിളിച്ചത് ആദില പറഞ്ഞത് ശരിയാണ്. 3 പാഴ്മരങ്ങളെയാണ് നിങ്ങൾ ക്യാപ്റ്റൻസി ആക്കിയത്. അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ ഒരു ടാസ്ക് പോലും ചെയ്യാതെ ഇവരെന്തിനാണ് ഈ 3 പേരെ, അതായത് അക്ബറിനെ
ഫേവറിസം കാണിച്ച് നിങ്ങൾ ബിഗ് ബോസിലേക്ക് കണ്ടസ്റ്റൻസിനെ അക്ബറിനെ വിജയിപ്പിക്കാനാണോ? അത് വളരെ തരംതാണ് പോയി. മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ അവർ പിന്നെന്തിനാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്? ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആക്കി മാറ്റാനാണ്. അവർക്കൊന്നും ഒരു വിലയില്ല, അവർക്കൊന്നും പറയാനുള്ള ഒരു സമയവും കൊടുക്കുന്നില്ലല്ലോ. അവർ പറയുന്നത് എല്ലാം കേട്ട് നിൽക്കും, ഇവർ പറയുന്നത് തോന്നും. ഇന്നലെ അങ്ങനെയായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കേട്ട് നിൽക്കും, ഇവർ പറയും. അക്ബറൊക്കെ പറയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയുന്നതെന്ന് തന്നെ അവന് തന്നെ തിരിച്ചറിവില്ല. എന്നിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് സ്വന്തം തടി തപ്പാൻ നോക്കുക. ലാലേട്ടൻ്റെ മുന്നിൽ എങ്ങനെയെങ്കിലും ഞാൻ നല്ലവനാണ് എന്ന് നടിക്കണം. അതിനുള്ള എല്ലാ കളികളും ഇന്നലെ അക്ബർ കാണിച്ചിരുന്നു. അക്ബറാണ് ഇതിനെല്ലാം സൂത്രശാലി. അത് പച്ചക്ക് പറയാൻ നമുക്ക്. അക്ബറാണ് ഇതിൻ്റെ എല്ലാം ഇങ്ങനെ കോയിലിട്ട് കറക്കുന്നത്. ഇവരെയൊക്കെ പുറത്ത് തള്ളുന്ന ക്രൂരനായ ആ വില്ലനും അക്ബർ തന്നെയാണ്. അപ്പോൾ അവനെ വിജയിപ്പിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നും നമ്മൾ പ്രമോ കണ്ടു, വലിയ പ്രതീക്ഷയൊന്നുമില്ല. ലാലേട്ടൻ ഇന്നലെ വന്ന അതേ രീതിയിൽ ഒരു ജുബയിലിട്ടിട്ട് വന്ന് കോസ്റ്റ്യൂംസും ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്തെല്ലോ ഒരു വെല്ലുവിളി ഇല്ലാത്തൊരു എന്തോ മാസല്ലാത്ത ക്യാരക്ടറാണ് ലാലേട്ടൻ പിടിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീക്കെൻഡ് എപ്പിസോഡ് ആവശ്യമില്ലായി പോയി എന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ തെറ്റാണ്. ഷോ ഫേവറിസം കാണിക്കുന്നു എന്നതിൻ്റെ തെറ്റാണ്. അത് പച്ചക്ക് തന്നെ നമുക്ക് പറയാം. ഷോ ക്രെഡിബിലിറ്റിക്ക് താഴ്ചയാണ് വരുന്നത്. ഇത്തരത്തെക്കാളെ അകത്തിട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? നിങ്ങൾ ഇതിലൂടെ എന്തോ പണം വാരുന്ന PR-ൻ്റെ കളി പുറകിൽ കളിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ നാറിയ കളി ഇനിയും അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പ്രേക്ഷകർക്ക് വയ്യ, മടുപ്പ് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഷോ ഇനി നടത്തുമ്പോൾ ഒന്നും കൂടി തലക്ക് മൂളയുള്ള ആരെങ്കിലും കൊണ്ട് അവിടെ ഇരുത്തുക. അല്ലെങ്കിൽ മൊണ്ണന്മാരെപ്പോലെ ഇങ്ങനെ വായിട്ടഴിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. അതാണ് നമുക്ക് പ്രശ്നം. അതുകൊണ്ട് നിങ്ങളുടെ ഈ എന്തെങ്കിലോ കളിക്കുന്ന സാമ്പാറിൻ്റെ എന്തിനോ തിളക്കുന്ന സാമ്പാറുണ്ടല്ലോ, ആ ചിന്തകളങ്ങ് മാറ്റി നിർത്തി മറ്റ് പലതിലേക്ക് മാറാൻ ഇവരെ ശ്രമിപ്പിക്കുക. അതേ പറ്റൂ. അതേ ഇനി ബിഗ് ബോസിന് ഇനി ദിവസങ്ങളില്ല ഈ എപ്പിസോഡ് ഈ ഷോ അവസാനിക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ആയാൽ എങ്ങനെ മുന്നോട്ട് പോകും? 3 ക്യാപ്റ്റൻസിയും ഒരു മെച്ചവുമില്ലാത്ത ക്യാപ്റ്റൻസി. ഈ ബിഗ് ബോസ് ഷോയിൽ ഒരു ക്യാപ്റ്റൻസിയും നല്ലത് എന്ന് പറയാൻ നമുക്ക് ക്രെഡിറ്റ് ഒന്നുമില്ല. അപ്പോൾ എന്ത് വിവരക്കേടാണ് ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നത്? അടുക്കള ഒരു കലഹം തന്നെയാക്കി മാറ്റിയ ഒരു എപ്പിസോഡും ഒരു ഷോ ആയിരുന്നു ബിഗ് ബോസ് ഷോ സീസൺ 7. ഇത് 7ൻ്റെ പണിയല്ല, 8ൻ്റെ പണിയാണ് സീസണിന് കിട്ടിയിരിക്കുന്നത്. അത് വീണ്ടും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ബൈ ഫോർ എവർ.